കേരള സഭാ വാർത്തകൾ ആരംഭിക്കുന്നു. അറിയാം കേരള സഭയുടെ സ്പന്ദനങ്ങൾ വേഗത്തിൽ. മനുഷ്യന്റെ മഹത്വത്തെ തിരിച്ചറിയുന്നവർ പരസ്പരം ആദരിക്കുമെന്ന് ചങ്ങനാശ്ശേരി ആർച്ച് ബിഷപ്പ് മാർ തോമസ് തറയിൽ. കാഞ്ഞിരപ്പള്ളി രൂപത ആസ്ഥാനത്ത് വൈദിക സമ്മേളനത്തോടനുബന്ധിച്ച് നൽകിയ സ്വീകരണ യോഗത്തിൽ സന്ദേശം നൽകുകയായിരുന്നു അദ്ദേഹം. മാർ തോമസ് തറയിൽ മെത്രാപ്പോലിത്തയുടെ അജപാലന ദൗത്യ നിർവഹണത്തിൽ കാഞ്ഞിരപ്പള്ളി രൂപതാ ഗണം പ്രാർത്ഥനയും പിന്തുണയുമായി ഒപ്പമുണ്ടാകുമെന്നും സഭയ്ക്കും സമൂഹത്തിനും നിസ്തുല സംഭാവനകൾ നൽകുവാൻ മാർ തറയിലിന് കഴിയട്ടെയെന്നും മാർ ജോസ് പുളിക്കൽ പറഞ്ഞു. തെരഞ്ഞെടുക്കപ്പെട്ട സന്യസ്ത അൽമായ പ്രതിനിധികൾ മെത്രാപ്പോലിത്തയുമായി പങ്കുവയ്ക്കലുകൾ നടത്തുകയും CBCI ലൈറ്റി കൗൺസിൽ സെക്രട്ടറി ഷെവലിയർ അഡ്വക്കേറ്റ് VC സെബാസ്റ്റ്യൻ ആശംസകൾ നേടി. ഡിസംബർ 19 ആരംഭിക്കുന്ന പാലാ രൂപത 42ാമത് ബൈബിൾ കൺവെൻഷന്റെ പന്തൽ കാൽനാട്ട് കർമ്മം കൺവെൻഷൻ നടക്കുന്ന പാലാ സെയിന്റ് തോമസ് കോളേജ് ഗ്രൗണ്ടിൽ പാലാ ബിഷപ്പ് മാർ ജോസഫ് കല്ലറങ്ങാട്ട് നിർവഹിച്ചു. പാലാ രൂപത പ്രോട്ടോസിഞ്ചലൂസ് മോൺസിഞ്ഞോർ ജോസഫ് തടത്തിൽ, വികാരി ജനറൽമാരായ മോൺസിഞ്ഞോർ ജോസഫ് മലയപ്പറമ്പിൽ, മോൺസിഞ്ഞോർ ജോസഫ് കണിയോടിക്കൽ, പാലാ കത്തീഡ്രൽ വികാരി ഫാദർ ജോസ് കാക്കലിൽ, ലാലം പഴയപള്ളി വികാരി ഫാദർ ജോസഫ് തടത്തിൽ, അരുണാപുരം പള്ളി വികാരി ഫാദർ മാത്യു പുല്ലുകായിൽ, വിവിധ ഇടവക വികാരിമാർ, വൈദികർ, സന്യസ്തർ, അൽമായർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. മാർ ജോർജ് കൂവക്കാടിന് ഊഷ്മള സ്വീകരണം നൽകി മാമൂട് ഇടവക. മെത്രാന്മാരും വൈദികരും സന്യസ്തരും അൽമായരും ഉൾപ്പെടെ നൂറുകണക്കിന് ആളുകളാണ് നിയുക്ത കർദിനാളിന് സ്വീകരണം നൽകാൻ എത്തിച്ചേർന്നത്. കർദിനാൾ പദവി ക്രിസ്തുസ്നേഹം പകരാനുള്ള ദൈവനിയോഗമെന്ന് മാർ ജോർജ് കൂവക്കാടിന് നൽകിയ സ്വീകരണ വേളയിൽ മാർ ജോസഫ് പെരുന്തോട്ടം വ്യക്തമാക്കി. മാർ ജോർജ് കൂവക്കാടിലൂടെ ചങ്ങനാശ്ശേരി അതിരൂപത കൂടുതൽ പ്രശസ്തമായെന്നും അദ്ദേഹത്തിന് ലഭിച്ച വലിയ ദൈവവിളി ഏറ്റുവാങ്ങാനുള്ള മഹാഭാഗ്യം കൂവക്കാട്ട് കുടുംബത്തിനും മാമൂട് ഇടവകയ്ക്കും ലഭിച്ചതായും ആർച്ച് ബിഷപ്പ് കൂട്ടിച്ചേർത്തു. പുത്തൻചിറ സെയിന്റ് മേരീസ് പള്ളിയുടെ ശാന്തിനഗർ സെയിന്റ് ആന്റണീസ് കപ്പേളയിൽ ശതാബ്ദി തിരുനാൾ ആഘോഷിച്ചു. തിരുനാൾ ദിവ്യബലിയിൽ ഇരിങ്ങാലക്കുട ബിഷപ്പ് മാർ പോളി കണ്ണൂക്കാടൻ മുഖ്യ കാർമ്മികത്വം വഹിച്ച് സന്ദേശം നൽകി. ഫാദർ ആന്റണി പുതുശ്ശേരി, ഫാദർ ജോസ് മഞ്ഞളി, ഫാദർ മെൽവിൻ ചക്കാലക്കൽ CMI, ഫാദർ ജോർജ് തലേപ്പള്ളി എന്നിവർ സഹകാർമ്മികരായി. തിരുനാൾ കൊടിയേറ്റം വികാരി ജനറൽ മോൺസിഞ്ഞോർ ജോളി വടക്കൻ നിർവഹിച്ചിരുന്നു. മുൻ വികാരി ജനറൽമാരായ മോൺസിഞ്ഞോർ ജോസ് കാവുങ്കൽ, മോൺസിഞ്ഞോർ ജോസ് മഞ്ഞളി എന്നിവർ സഹകാർമ്മികരായിരുന്നു. കഴിഞ്ഞ ദിവസം നടന്ന തിരുക്കർമ്മങ്ങളിൽ യൂറോപ്പിലെ അപ്പസ്തോലിക് വിസിറ്റേറ്റർ ബിഷപ്പ് മാർ സ്റ്റീഫൻ ചിറപ്പണത്ത് മുഖ്യ കാർമ്മികനായി. 2024-25 വർഷത്തെ ഹാപ്പ് ഇന്ത്യ എക്സലൻസ് അവാർഡ് കോട്ടയ്ക്കൽ സേക്രഡ് ഹാർട്ട് സീനിയർ സെക്കൻഡറി സ്കൂളിന് ലഭിച്ചു. എറണാകുളം ശ്രീഗോകുലം കൺവെൻഷൻ സെന്ററിൽ നടന്ന ചടങ്ങിൽ സ്കൂൾ പ്രിൻസിപ്പൽ സിസ്റ്റർ ആൻസില ജോർജ്, സേക്രഡ് ഹാർട്ട് സാന്തോം പ്രൊവിൻഷ്യൽ സിസ്റ്റർ എൽസീന ജോൺ എന്നിവർ ചേർന്ന് മുൻ DGP ലോക്നാഥ് ബെഹ്റയിൽ നിന്നും പുരസ്കാരം ഏറ്റുവാങ്ങി. പാഠ്യേതര വിഷയങ്ങളിലുള്ള മികച്ച പ്രകടനത്തിനാണ് സ്കൂളിന് അവാർഡ് ലഭിച്ചത്. തലശ്ശേരി രൂപതയുടെ പ്രഥമ ബിഷപ്പ് മാർ സെബാസ്റ്റ്യൻ വള്ളോപ്പള്ളിയുടെ പേരിലുള്ള ഫൗണ്ടേഷൻ ഏർപ്പെടുത്തിയിരിക്കുന്ന ഗുരുശ്രേഷ്ഠ അവാർഡ് ഉത്തർപ്രദേശിലെ ഗോരഖ്പൂർ പ്രഥമ മെത്രാൻ മാർ ഡൊമിനിക് കോക്കാട്ടിന്. ഗോരഖ്പൂർ ഫാത്തിമ മാത ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ ബിഷപ്പ് മാർ മാത്യു നെല്ലിക്കുന്നത്ത് അവാർഡ് സമ്മാനിച്ചു. ഫൗണ്ടേഷൻ ചെയർമാൻ മാത്യു M കണ്ടത്തിൽ, വൈസ് ചെയർമാൻ ഡോക്ടർ സെബാസ്റ്റ്യൻ ഐക്കര, സെക്രട്ടറി സണ്ണി ആശാരിപ്പറമ്പിൽ എന്നിവർ മാർ കോക്കാട്ടിനെ പൊന്നാട അണിയിച്ച് ആദരിച്ചു. ഡോക്ടർ സെബാസ്റ്റ്യൻ ഐക്കര മംഗളപത്രം വായിച്ച് സമർപ്പിച്ചു. ദേവാലയ ശുശ്രൂഷകർ ദൈവവിളിയുടെ വലിയ പ്രോത്സാഹകരാണെന്ന് ആർച്ച് ബിഷപ്പ് എമിരിറ്റസ് മാർ ജോർജ് വലിയമറ്റം. ചെമ്പേരി മദർ തെരേസ ഓഡിറ്റോറിയത്തിൽ നടത്തിയ തലശ്ശേരി അതിരൂപതയിലെ ദേവാലയ ശുശ്രൂഷകരുടെ സംഗമം ഉദ്ഘാടനം ചെയ്ത് പ്രസംഗിക്കുകയായിരുന്നു ആർച്ച് ബിഷപ്പ്. തലശ്ശേരി അതിരൂപത വികാരി ജനറൽ മോൺസിഞ്ഞോർ സെബാസ്റ്റ്യൻ പാലാക്കുഴി അധ്യക്ഷത വഹിച്ചു. അതിരൂപത വൈസ് ചാൻസലർ ഫാദർ സുബിൻ റാത്തപ്പള്ളി, ജോസഫ് പിണക്കാട്ടുപറമ്പിൽ എന്നിവർ പ്രസംഗിച്ചു. ദേവാലയ ശുശ്രൂഷയായി 25-50 വർഷങ്ങൾ പൂർത്തിയാക്കിയവരെ ചടങ്ങിൽ ആദരിച്ചു. വിശ്വാസികൾ സത്യത്തിന്റെ സുവിശേഷം പ്രഘോഷിക്കുന്നവരാകണമെന്ന് മോൺസിഞ്ഞോർ സെബാസ്റ്റ്യൻ വേത്താനം. ദീപിക ഫ്രണ്ട്സ് ക്ലബ് ഭരണങ്ങാനം ഫൊറോന കൺവെൻഷൻ ഭരണങ്ങാനം സെയിന്റ് മേരീസ് പാരിഷ് ഹാളിൽ ഉദ്ഘാടനം ചെയ്ത് പ്രസംഗിക്കുകയായിരുന്നു അദ്ദേഹം. സമ്മേളനത്തിൽ ഫൊറോന വികാരി ഫാദർ സക്കറിയാസ് അട്ടപ്പാട്ട് അധ്യക്ഷത വഹിച്ചു. DFE പാലാ രൂപത ഡയറക്ടർ ഫാദർ ജോർജ് നെല്ലിക്കുന്ന് ചെരുവുപുരയിടം ആമുഖ പ്രഭാഷണം നടത്തി. ഫൊറോന ഡയറക്ടർ ഫാദർ ടോം വാഴയിൽ, സംസ്ഥാന പ്രസിഡന്റ് ജോർജ് വടക്കേൽ എന്നിവർ ചടങ്ങിൽ സന്നിഹിതരായിരുന്നു. കുടുംബങ്ങൾ സ്നേഹം ആഘോഷിക്കുന്ന കേന്ദ്രങ്ങളാകണമെന്ന് ആർച്ച് ബിഷപ്പ് മാർ തോമസ് തറയിൽ. മാമൂട് ലൂർദുമാതാ പള്ളിയിൽ മുരിങ്ങൂർ ഡിവൈൻ ധ്യാന കേന്ദ്രത്തിന്റെ നേതൃത്വത്തിൽ ആരംഭിച്ച പഞ്ചദിന ബൈബിൾ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു ആർച്ച് ബിഷപ്പ്. വികാരി റവറൻ ഡോക്ടർ ജോൺ വി തടത്തിൽ സ്വാഗതവും സഹവികാരി ഫാദർ ടോമിൻ കിഴക്കേത്തലയ്ക്കൽ നന്ദിയും പറഞ്ഞു. ഡിവൈൻ ധ്യാന കേന്ദ്രത്തിലെ ഫാദർ ആന്റണി പയ്യപ്പള്ളി, ബ്രദർ ജെയിംസ് കുട്ടി ചമ്പക്കുളം എന്നിവർ വചന പ്രഘോഷണം നടത്തി. നവംബർ 30 കൺവെൻഷൻ അവസാനിക്കും.
കോട്ടപ്പുറം രൂപതയുടെ സാമൂഹ്യ സേവന വിഭാഗമായ കോട്ടപ്പുറം ഇന്റഗ്രേറ്റഡ് ഡെവലപ്മെന്റ് സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ 60 വയസ്സിന് മുകളിൽ പ്രായമുള്ള മുതിർന്ന പൗരന്മാരുടെ കൂട്ടായ്മയായ സായം പ്രഭ അംഗങ്ങൾക്കായി സ്നേഹസ്പർശം എന്ന പേരിൽ സായം പ്രഭ സംഗമം 2024 സെയിന്റ് മൈക്കിൾ കത്തീഡ്രൽ പാരിഷ് ഹാളിൽ സംഘടിപ്പിച്ചു. കോട്ടപ്പുറം രൂപത മെത്രാൻ ഡോക്ടർ അംബ്രോസ് പുത്തൻവീട്ടിലിന്റെ കാർമ്മികത്വത്തിൽ വിശുദ്ധ ബലിയോടെയാണ് സംഗമത്തിന് തുടക്കമായത്. നടി പൗളി വത്സൻ സംഗമം ഉദ്ഘാടനം ചെയ്തു. ഡോക്ടർ അംബ്രോസ് പുത്തൻവീട്ടിൽ അധ്യക്ഷത വഹിച്ചു. മറിമായം ഫെയിമും നടനും തിരക്കഥാകൃത്തുമായ സലീം ഹസൻ മുഖ്യപ്രഭാഷണം നടത്തി. കിഡ്സ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഫാദർ പോൾ തോമസ് കളത്തിൽ സ്വാഗതവും കിഡ്സ് അസിസ്റ്റന്റ് ഡയറക്ടർ ഫാദർ ബിയോൺ തോമസ് കോണത്ത് നന്ദിയും പറഞ്ഞു. അംഗങ്ങളുടെ വിവിധ കലാപരിപാടികളും ഉണ്ടായിരുന്നു. സംഗമത്തിൽ 1000-ഓളം സായം പ്രഭ അംഗങ്ങൾ പങ്കെടുത്തു. കോട്ടപ്പുറം രൂപതയുടെ സാമൂഹ്യ സേവന വിഭാഗമായ കിഡ്സിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച സായം പ്രഭാ സംഗമം 2024 വയനാട് വിലങ്ങാട് ദുരിതബാധിതർക്കുള്ള സ്നേഹസ്പർശമായി മാറി. കോട്ടപ്പുറം രൂപത മെത്രാൻ ഡോക്ടർ അംബ്രോസ് പുത്തൻവീട്ടിലിന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ വിശുദ്ധ ബലിയോടെ ആരംഭിച്ച സംഗമത്തിൽ KCBC JPD കമ്മീഷൻ, കേരള സോഷ്യൽ സർവീസ് ഫോറം ഡയറക്ടർ ഫാദർ ജേക്കബ് മാവുങ്കൽ, കോട്ടപ്പുറം രൂപത വികാരി ജനറൽ മോൺസിഞ്ഞോർ റോക്കി റോബി കളത്തിൽ, കിഡ്സ് അസിസ്റ്റന്റ് ഡയറക്ടർ ഫാദർ എബനേസർ ആന്റണി എന്നിവർ ആശംസകൾ അർപ്പിച്ചു. വയനാട് ദുരന്തത്തിൽ ഇരകളായവർക്ക് കോട്ടപ്പുറം രൂപതയുടെ കൈത്താങ്ങ് 26,50,000 രൂപയുടെ സഹായം കോട്ടപ്പുറം രൂപത ബിഷപ്പ് ഡോക്ടർ അംബ്രോസ് പുത്തൻവീട്ടിൽ KCBC JPD കമ്മീഷന് കൈമാറി. സംഗമത്തിന് കിഡ്സ് സ്റ്റാഫ് അംഗങ്ങൾ, ആനിമേറ്റർമാർ എന്നിവർ നേതൃത്വം നൽകി. ടീം ഷക്കീര നയിക്കുന്ന താമസിച്ചുള്ള ധ്യാനം ഡുനാമിസ് പവർ റിട്രീറ്റിന് ഡിസംബർ 1 തുടക്കമാകും. ചാലക്കുടി മുരിങ്ങൂർ ഡിവൈൻ ധ്യാന കേന്ദ്രത്തിലെ മലയാളം സെക്ഷനിലാണ് 5 ദിന താമസിച്ചുള്ള ധ്യാനം ക്രമീകരിച്ചിരിക്കുന്നത്. 2024 ഡിസംബർ 1 ഞായർ വൈകിട്ട് 4 മുതൽ ഡിസംബർ 6 വെള്ളി രാവിലെ 9 വരെ ചാലക്കുടി മുരിങ്ങൂർ ഡിവൈൻ ധ്യാന കേന്ദ്രത്തിലെ മലയാളം സെക്ഷനിലാണ് ഡുനാമിസ് പവർ റിട്രീറ്റ് ക്രമീകരിച്ചിരിക്കുന്നത്. ഫാദർ കുര്യാക്കോസ് മൈലപ്പറമ്പിൽ സ്മാരക മന്ദിരത്തിന്റെ ഉദ്ഘാടനവും വെഞ്ചരിപ്പും മൈലപ്പറമ്പിൽ കുടുംബയോഗത്തിന്റെയും KMC ട്രസ്റ്റിന്റെയും സംയുക്ത വാർഷിക സമ്മേളനവും കോതനെല്ലൂരിൽ നടന്നു. സമ്മേളനം കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ ഉദ്ഘാടനം ചെയ്തു. കോതനെല്ലൂർ കന്തീശങ്ങളുടെ ഫൊറോന പള്ളിക്ക് സമീപമുള്ള കുടുംബയോഗ ഹാളിൽ നടന്ന സമ്മേളനത്തിൽ കുടുംബയോഗം പ്രസിഡന്റ് NV ജോസ് അധ്യക്ഷത വഹിച്ചു. ഫൊറോന പള്ളി വികാരി ഫാദർ സെബാസ്റ്റ്യൻ പടിക്കക്കൊഴുപ്പിൽ സ്മാരക മന്ദിരത്തിന്റെ വെഞ്ചരിപ്പ് നിർവഹിച്ചു. KCYM SMYM തലശ്ശേരി അതിരൂപതയുടെ വോയിസ് ഓഫ് വിമനിന്റെ നേതൃത്വത്തിൽ സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമങ്ങൾ ഇല്ലാതാക്കുന്നതിനുള്ള അന്താരാഷ്ട്ര ദിനത്തോടനുബന്ധിച്ച് ഫ്രീഡം വാൾ ക്യാമ്പയിൻ നടത്തപ്പെട്ടു. തൊഴിലിടങ്ങളിലും പൊതുസ്ഥലങ്ങളിലും വീടുകളിലും സൈബർ ഇടങ്ങളിലും സ്ത്രീകൾക്കെതിരെയുള്ള വിവേചനവും അക്രമങ്ങളും അവസാനിപ്പിക്കാനും തുല്യനീതിയും അവസരങ്ങളും ഉറപ്പാക്കുവാനും ഓരോരുത്തർക്കും ഉത്തരവാദിത്തമുണ്ട്. സ്ത്രീയെ ബഹുമാനിക്കുകയും അവളുടെ വ്യക്തിത്വത്തെ അംഗീകരിക്കുകയും ചെയ്യുന്ന ഒരു പൊതു സംസ്കാരം നമുക്ക് രൂപപ്പെടുത്താം എന്ന ആഹ്വാനത്തോടെ യുണൈറ്റ് എന്ന പേരിൽ തലശ്ശേരി അതിരൂപതയിലെ വിവിധ ഫൊറോനകളിൽ ക്യാമ്പയിൻ നടന്നു. പ്രത്യാശയുടെ ചിറകുകൾ വിരിച്ച് പ്രത്യേക കരുതൽ അനിവാര്യമായ ഭിന്നശേഷി കുട്ടികൾക്കായി വിങ്സ് ഓഫ് ഹോപ്പ് എന്ന ജീവകാരുണ്യ പദ്ധതിക്ക് ചുവടുവെക്കാൻ ഒരുങ്ങി മാണ്ഡ്യ രൂപത. സ്പെഷ്യൽ ഏഞ്ചൽസ് മിനിസ്ട്രിയുടെ ആഭിമുഖ്യത്തിൽ ഡിസംബർ 1 ബാംഗ്ലൂർ ധർമാരാമിലെ ക്രൈസ്റ്റ് സ്പെഷ്യൽ സ്കൂളിൽ വെച്ച് ഇതിന്റെ ഭാഗമായുള്ള ആദ്യഘട്ട സംഗമം നടത്തപ്പെടും. രൂപത അധ്യക്ഷൻ ബിഷപ്പ് മാർ സെബാസ്റ്റ്യൻ എടയന്ത്രത്ത് ഉദ്ഘാടനം നിർവഹിക്കും. മാർത്തോമ സഭയിലെ വൈദികരുടെ വാർഷിക സമ്മേളനം നവംബർ 26 മുതൽ 29 വരെ ചരൽ കുന്നിൽ നടക്കും. ഇടയൻ ഇടം, ഇടർച്ച, ഇടപെടൽ എന്ന വിഷയത്തിൽ 4 ദിവസങ്ങളിലായി ചർച്ചകളും പഠനങ്ങളും ഉണ്ടാകും. 26 വൈകുന്നേരം 6:45 ഡോക്ടർ തിയഡോഷ്യസ് മാർത്തോമ മെത്രാപ്പോലിത്ത ഉദ്ഘാടനം ചെയ്യുന്ന ചടങ്ങിൽ കോൺഫറൻസ് പ്രസിഡന്റ് മാത്യൂസ് മാർ സെറാഫിം എപ്പിസ്കോപ്പ അധ്യക്ഷനായിരിക്കും. സഫഗ്രൻ മെത്രാപ്പോലിത്തമാരായ ഡോക്ടർ യുയാക്കീം മാർ കുറിലോസ്, ഡോക്ടർ ജോസഫ് മാർ ബർണബാസ്, എപ്പിസ്കോപ്പമാരായ തോമസ് മാർ തിമോത്തിയോസ്, ഡോക്ടർ ഐസക് മാർ ഫിലക്സിനോസ്, ഡോക്ടർ മാത്യൂസ് മാർ മക്കാറിയോസ്, ഡോക്ടർ ഗ്രിഗോറിയോസ് മാർ സ്റ്റെഫാനോസ്, ഡോക്ടർ തോമസ് മാർ തീസോസ്, സക്കറിയാസ് മാർ അപ്രൈം, വികാരി ജനറൽമാർ എന്നിവർ വിവിധ സെഷനുകൾക്ക് നേതൃത്വം നൽകും. KCBC മാധ്യമ അവാർഡിന് ദീപിക കൊച്ചി ബ്യൂറോ ചീഫ് സിജോ പൈനാടത്ത് അർഹനായി. ക്രിയാത്മക പത്രപ്രവർത്തന ശൈലിയും സവിശേഷമായി മലയോര തീരദേശ ജനത അഭിമുഖീകരിക്കുന്ന വിവിധ പ്രശ്നങ്ങളെ അന്വേഷണ വിധേയമാക്കി ദീപികയിൽ എഴുതിയ ശ്രദ്ധേയമായ പരമ്പരകളും വാർത്തകളുമാണ് സിജോ പൈനാടത്തിനെ പുരസ്കാരത്തിന് അർഹനാക്കിയത്. 17 വർഷമായി ദീപിക പത്രാധിപ സമിതി അംഗമാണ്. വിവിധ മേഖലകളിൽ മികവ് തെളിയിച്ച 8 പേർക്കാണ് 2024 പുരസ്കാരങ്ങൾ. KCBC ഗുരുപൂജ പുരസ്കാരങ്ങൾക്ക് ഇക്കുറി 4 പേർ അർഹരായി.
KCYM സെയിന്റ് സെബാസ്റ്റ്യൻസ് ചർച്ച് ആനിക്കാട് നടത്തുന്ന ഓൾ കേരള ക്രിസ്മസ് കരോൾ മത്സരം മെലോഡിയ 24ലേക്കുള്ള രജിസ്ട്രേഷൻ ആരംഭിച്ചു. നവംബർ 10 മുതൽ ഡിസംബർ 2 വരെ ആയിരിക്കും രജിസ്ട്രേഷൻ. ആദ്യഘട്ട മത്സരം ഓൺലൈനായിട്ടായിരിക്കും നടത്തപ്പെടുക. ക്രൈസ്തവ സഭയുടെ കീഴിൽ വരുന്ന ഇടവകകൾ, സംഘടനകൾ, സെമിനാരികൾ, കോൺവെന്റുകൾ, പ്രസ്ഥാനങ്ങൾ, കോളേജ് ടീം എന്നിവർക്ക് പ്രായഭേദമന്യേ മത്സരത്തിൽ പങ്കെടുക്കാവുന്നതാണ്. ഒരു ടീമിൽ 7 മുതൽ 20 പേർക്ക് പങ്കെടുക്കാം. സമയം പരമാവധി 10 മിനിറ്റ്. ഒരു ടീം ഒന്നിലധികം എൻട്രികൾ അയക്കാൻ പാടുള്ളതല്ല. മലയാളം, ഇംഗ്ലീഷ്, ഹിന്ദി കരോൾ ഗാനങ്ങൾ ആലപിക്കാം. ഒന്നിലധികം ഗാനങ്ങളും ആലപിക്കാവുന്നതാണ്. ആലപിക്കുന്ന ഗാനങ്ങൾ ക്രിസ്മസ് കരോൾ സ്വഭാവമുള്ളതായിരിക്കണമെന്നും നിബന്ധനയുണ്ട്. ആകർഷകമായ സമ്മാനങ്ങളാണ് വിജയികളെ കാത്തിരിക്കുന്നത്. സമർപ്പിത സംഗമം നടത്തപ്പെട്ടു. ആനിക്കാട് സെയിന്റ് സെബാസ്റ്റ്യൻ ഇടവകാംഗങ്ങളായ വൈദികരുടെയും സന്യാസിനികളുടെയും സംഗമം നടത്തപ്പെട്ടു. നവംബർ 23 ശനിയാഴ്ച വൈകുന്നേരം സമൂഹബലിയോടെ ആരംഭിച്ച സമർപ്പിത സംഗമത്തിൽ ജൂബിലിയേറിയൻസിനെയും ഉന്നത അംഗീകാരം ലഭിച്ച വൈദികരെയും പൊന്നാട അണിയിച്ച് ആദരിച്ചു. സമ്മേളന ശേഷം സ്നേഹവിരുന്നും ഉണ്ടായിരുന്നു. കേരള സഭാ വാർത്തകൾ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം.